ദൈവതിരുനാമം മഹത്വപ്പെടുത്തുമാറാവട്ടെ. എൻ്റെ പേര് ജീന വിൻസെൻ്റ്. ഞാൻ കോതമംഗലം സ്വദേശിയാണ്. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയുന്നത്. ഞാൻ ഇസ്രായേലിന് പോകാനായിട്ട് 2021 മുതൽ പേപ്പർ വെച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ ഏജൻറ്റ് എനിക്ക് വിസ റെഡിയായി എന്നുള്ള അതിന് മുമ്പ് ഒരു പേപ്പറുണ്ട്, മത്താഷ് എന്ന് പറയും, അത് ഇട്ട് തന്ന് എന്നോട് പൈസ ഇട്ട് തരാൻ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പൈസ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ കയറി പോകാമെന്നുള്ള രീതിയിലാണ് അവർ ഞങ്ങളോട് സംസാരിച്ചത്. 2 ആഴ്ച കഴിഞ്ഞിട്ടും കാര്യങ്ങൾക്കൊരു തീരുമാനമായില്ല. അത് ശരിക്കും സത്യത്തിലുള്ള ഒരു മത്താഷ് ആയിരുന്നില്ല. അതെന്തോ ആവട്ടെ, അത് മുഖാന്തരം എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം കിട്ടി. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. പല കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് നടന്നു കിട്ടി. അത് ഞാനിവിടെ പറഞ്ഞതാണ്. അതേ തുടർന്ന് പുള്ളിക്കാരിക്ക് എനിക്ക് വിസ ചെയ്ത് തരാൻ പറ്റുന്നില്ല. അപ്പോൾ കൊടുത്ത പൈസ തിരിച്ചു തരാനായിട്ട് അവർക്ക് 1.5 വർഷം വേണ്ടി വന്നു ആ പൈസ തിരിച്ചു തരാൻ. അപ്പം ഡയറക്റ്റ് ബോംബെയിലുള്ള ഏജൻസിയിൽ ഞങ്ങൾ സംസാരിച്ച് അവരോട് വിസ ഇടാൻ പറഞ്ഞു. അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ ഈ ലേഡിയുടെ കയ്യിൽ പെട്ടുപോയതുകൊണ്ട് അവർക്ക് മടി നമുക്ക് വിസ ഇടാൻ. കാരണം ഇവർ ഈ പൈസ തിരിച്ച് നമുക്ക് തരാത്ത പക്ഷം ബോംബെയിലുള്ള ഏജൻസി നമുക്ക് വിസ ഇട്ടാൽ ഫണ്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ ആ ഏജൻസി നമ്മൾ 6 മാസം ഇന്ന് നിനക്ക് വിസ ഇടാം, നാളെ ഇടാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവരും വിസ ഇട്ടില്ല. അവസാനം ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു, നിങ്ങളെനിക്ക് പേപ്പർ ചെയ്ത് തരണ്ട, ഞാൻ വേറെ ആരെങ്കിലും സമീപിച്ചോളാം എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ വന്ന് അച്ഛനെ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് ഒന്നും പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ പോയി. അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യമായി ഉടമ്പടി പുതുക്കാൻ തുടങ്ങിയിട്ട്. 3-ാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, അമ്മയുടെ ഈശോയുടെയും ഹിത എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഈ 90 ദിവസത്തിനുള്ളിൽ നടത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ 90-ാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വിസ ഓൺലൈനിൽ വന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. അതായത് ഞാൻ എൻ്റെ ചങ്കിൽ നിന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല വരുന്നത്, ചോര വന്ന പോലെ എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ കരഞ്ഞ്, അമ്മ ഇന്ന് 90-ാമത്തെ ദിവസമാണ്, ഇന്ന് എൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അപ്പം ഇന്ന് രാവിലെ ഏറ്റപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, ജീന നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം, വേണ്ട ഇനി ഇത് നടപടിയാവില്ല. അന്നേരം ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. അന്ന് എൻ്റെ വിസ ഓൺലൈനിൽ വന്നു. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് ഞാൻ 3-ാമത്തെ ദിവസം ഞാൻ ബോംബെക്ക് കയറി. ബോംബെ ചെന്നിട്ട് ഈ ഏജൻസി പഴയ ഏജൻസി തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് എനിക്ക് വിസ വീണതിൽ അവർക്കൊരു അത്ഭുതം. ഞാൻ വേറൊരു ഏജൻറ്റിനെ സമീപിച്ച് പുള്ളിക്കാരി വിസ വീഴ്ച തരുവേ. അപ്പോൾ നീ വന്നോ എന്നുള്ളൊരു രീതിയിൽ അവർ മറ്റേ ആദ്യത്തെ ഏജൻറ്റ് എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരൂല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഈ ഏജൻസി നിന്നത്. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്താലും പിന്നെ എൻ്റെ പേപ്പർ മൂവ് ചെയ്യില്ല, എനിക്ക് സബ്മിഷന് വിടില്ല, എൻ്റെ മെഡിക്കലിന് എന്നെ വിടണില്ല. അവരെന്നെ അവിടെ ഇട്ട് വല്ലാതെ ഹറാസ് ചെയ്യുവാണ്. ഒരു 2-ാമത്തെ ദിവസം ഒരു സാറ് വന്നിട്ട് എന്നെ കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. അപ്പോൾ പെട്ടെന്നുള്ളൊരു ചോദ്യത്തിൽ എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ 1.5 വർഷം ഇരുന്ന് പഠിച്ചിട്ട് നീ ഇതാണോ പഠിച്ചേ, നീ എന്നാ പോകണേ ഇനി എന്നും ചോദിച്ചാൽ എൻ്റെ പേപ്പർ അവിടെ ഇട്ടിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസം അതോടുകൂടി എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിൽ ഞാൻ വല്ലാതെ ഇരുന്ന് കരഞ്ഞു. അവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട്, അവിടെ പോയിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്. പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ വെഞ്ചിരിച്ച് കുറച്ച് ഉപ്പ് കൊണ്ടുപോയി ആ ഓഫീസിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അങ്ങനെ ചെയ്ത് അന്ന് മുതൽ ഞാൻ ഇസ്രായേലിന് പോകുന്നിടം വരെ ആ ഓഫീസിലോട്ട് ആ സാർ ഇത് വന്നിട്ടില്ല. ഞാൻ പോണേ അന്നാണ് അദ്ദേഹം പിന്നീട് വന്നത്. പിന്നെ എൻ്റെ ക്ലാസ് എല്ലാം ഭംഗിയായിട്ട് നടന്നു. എൻ്റെ പേപ്പർ അവർ സബ്മിഷന് വെച്ചു, എന്നെ മെഡിക്കലിന് വിട്ടു. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റായി. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ ഞാൻ ഹസ്ബൻഡും കൂടെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ഓഫീസിൽ അവിടെ കയറിയപ്പോൾ ഒരു സാറാണ് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യണത്. അദ്ദേഹം എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിനെല്ലാം ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് ആൻസർ അറിയാം, പക്ഷേ എന്നാണ് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ചുമയും വന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് ചുമച്ച് അങ്ങ് എഴുന്നേറ്റ് പോയി. എന്നോട് സോറി പറഞ്ഞ് എഴുന്നേറ്റ് പോയി. എൻ്റെ മാതാവ് അവിടെ ഇടപെട്ടതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു.
സോറി ജീന എന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡിനെ വിളിച്ചോളാൻ പറഞ്ഞു. ഹസ്ബൻഡിനോടും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ പുറത്തേക്ക് പോന്നു. അപ്പോൾ ഈ സാറ് ഇൻ്റർവ്യൂ ചെയ്യണ പിള്ളേരുടെ പാസ്പോർട്ട് റിലീസാവാൻ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ പിടിക്കുമെന്നാണ് പൊതുവേ ഒരു ടോക്ക്. എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ആൾ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു ലേഡിയാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞങ്ങൾ ടാക്സിക്ക് പോരുന്നത്. അപ്പോൾ അവർ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ട് നാളെ തന്നെ റിലീസാവും, പിറ്റേ ദിവസം നമുക്ക് കയറാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ വന്നു, എൻ്റെ റൂമിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരെയും വിളിച്ച് പറഞ്ഞത് ഇൻ്റർവ്യൂ പാസ്സായി എന്നൊക്കെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വേറൊരു ഫ്രണ്ട് ഇൻ്റർവ്യൂവിന് പോയി. അന്ന് വൈകുന്നേരം തന്നെ അവക്കടെ പാസ്പോർട്ട് റിലീസായി. അതിൻ്റെ പിറ്റേന്ന് തലേ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞ പിള്ളേരുടെയും പാസ്പോർട്ട് റിലീസായി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മാത്രം റിലീസായിട്ടില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ഓർത്ത് ഞാൻ എൻ്റെ ഏജൻറ്റിനെ ഒന്ന് വിളിച്ചു. ചേച്ചി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. പുള്ളിക്കാർ 5 മിനിറ്റ് കഴിയുമ്പോൾ പറയാൻ മോനെന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഫോൺ വെച്ചു. അപ്പം തന്നെ എന്നെ താഴെ എൻ്റെ ഏജൻസിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. ജീന, നിൻ്റെ പാസ്പോർട്ട് റിലീസായി, നിനക്ക് ഇന്ന് തന്നെ ഫ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. നീ ഇട്ട ഡ്രസ്സും കൊണ്ട് പോയി RT-PCR എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പോയി RT-PCR എടുത്ത് അന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തന്നെ മരുഭൂമിയും ചെങ്കടലും താണ്ടി ഇസ്രായേൽ എന്ന തമ്പുരാൻ്റെ രാജ്യത്തേക്ക് എന്നെ എത്തിച്ചു. നേരെ ഞാൻ ജോലി സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എനിക്ക് തന്നു. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വൈകണത് അത് അനുഗ്രഹം കൂടുവാൻ വേണ്ടി, അനുഗ്രഹമല്ല കൃപ വർദ്ധിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ആദ്യം എൻ്റെ വിസയും കാര്യങ്ങൾ റെഡിയായി പോയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെയും ഈശോയെയും അറിയാതെ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പോണ കാര്യം പറയുമ്പോൾ പിള്ളേരെ ആരെ ഏൽപ്പിക്കും. അപ്പം ഞാൻ പറയാം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വന്ന് നിൽക്കും, അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട്, അവർ വന്നവർക്ക് കുക്ക് ചെയ്ത് കൊടുത്തോളും. അങ്ങനെ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുണ്ട്, പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് പറയും. ഞാൻ പോണേന്ന് എൻ്റെ മാതാവേ നിന്നെ ഏൽപ്പിച്ചിട്ടാട്ടോ ഞാൻ പോണേ, നീ ഇവരെ കാത്തോളേ എന്ന് പറഞ്ഞു. ഒരു അസുഖങ്ങളോ ഒരു ബുദ്ധിമുട്ടോ വരാതെ മാതാവും ഈശോയും അവരെ ചേർത്ത് പിടിച്ചു കൊണ്ട് കിടക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു, എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസം വർദ്ധിച്ചു. അതുപോലെ എൻ്റെ ഫാദറിന് ഒരു വയ്യായിക വന്നു, ബ്ലഡിൽ ടോട്ടൽ കൗണ്ട് ഭയങ്കര കൂടുതലായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടെ പോയി, 2 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് ബോൺമാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മേ മാതാവിൻ്റെ ഉപ്പിരിപ്പില്ല, എടുത്തു കൊടുക്ക്. അങ്ങനെ ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കൊടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ 2 പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. കൗണ്ട് കുറഞ്ഞു വരുന്നു. ഇന്ന് ഞാൻ എൻ്റെ അപ്പച്ചനെ അമ്മേനെയും കൂട്ടിയാണ് ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്നേക്കണത്. സഹനം തരുമ്പോൾ അത് കഴിഞ്ഞ് സഹനത്തിൻ്റെ സമയം കഴിയുമ്പോൾ വലിയൊരു ഗിഫ്റ്റ് അമ്മ മാതാവും ഈശോയും നമുക്ക് തരും. ആ ഗിഫ്റ്റ് അമ്മയോട് ഈശോടും ചേർന്നിരിക്കാനുള്ള ഒരിതും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ അവസ്ഥകൾ മെച്ചപ്പെടും, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് വളരും. അതൊക്കെയാണ് നമുക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ. എന്നെ പലരും പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. കൃപാസനത്തിൽ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? ഞാനൊന്നും മിണ്ടൂല, എനിക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോളൂ എന്ന് പറയും. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് ഇവിടെ വരാത്തപ്പോൾ അവിടുന്ന് വരുന്നവരുടെ കയ്യിൽ 3-4 കെട്ട് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് തരാൻ പറയും. അതെല്ലാം ഞാൻ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. അതുപോലെ ഞാൻ ബോംബെക്ക് പോയപ്പോൾ ഇംഗ്ലീഷ് പത്രം കുറച്ച് 2 കെട്ട് കൊണ്ടായിരുന്നു. അത് അവിടെയുള്ള ആളുകൾക്ക് എനിക്ക് അറിയാവുന്നതുപോലെ എല്ലാം പറഞ്ഞ് കൊടുക്കും. പിന്നെ ജീവകാരുണ്യ പ്രവൃത്തി ഉടമ്പടി എടുത്ത് പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുമായിരുന്നു. ഇസ്രായേലിൽ ചെന്ന് ജോലി ചെയ്യാതെ തുടങ്ങിയ പിന്നെ എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ അതിൽ നിന്നൊരു വിഹിതം ഒരു മുടക്കവും വരുത്താതെ എല്ലാ മാസവും കൊടുക്കാനുള്ള അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് ഈശോയെ എനിക്ക് തന്നു. അപ്പം ഞാൻ സാലറി കിട്ടുന്നതിന് മുമ്പാട് പ്രാർത്ഥിക്കും, അമ്മേ ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തിക്കാൻ അമ്മ അവരെ കാണിച്ചു തരണമെന്ന് പറയും. തക്കതായ രീതിയിൽ എൻ്റെ സാലറി വീഴുമ്പോഴത്തേനും അതിനുള്ള കാര്യങ്ങൾ മാതാവ് ഈശോയും ഇടപെട്ട് നടത്തി തരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.